നമസ്കാരം. തിരുവനന്തപുരം കൈമനത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നിൽ കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. കരിമം സ്വദേശി ഷീജയാണ് മരിച്ചത്. പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് വിവരം. ഇന്നലെ രാത്രി 10:30 പ്രദേശവാസികൾ സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ടിരുന്നു. വന്നു നോക്കിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. മൃതദേഹത്തിന് സമീപം ഒരു ബാഗും ചോറ്റുപാത്രവുമുണ്ട്. രാവിലെ ബന്ധുവെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. യുവതിക്ക് ഈ പ്രദേശത്തുള്ള സജി എന്നയാളുമായി അടുപ്പമുണ്ടായിരുന്നുവെന്ന് ബന്ധു പറയുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് സജി. യുവതി ഹോസ്റ്റലിലായിരുന്നു താമസം. സജി പലതവണ യുവതിയെ മർദ്ദിച്ചിരുന്നതായി ബന്ധു വ്യക്തമാക്കി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ബന്ധു ആരോപിച്ചു. കൈമനം കുറ്റിക്കാട് ലൈനിലാണ് സംഭവം. അതേസമയം ഷീജ സുഹൃത്തിനൊപ്പം താമസിച്ചു വരികയായിരുന്നുവെന്നും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ചില വിവരങ്ങളുണ്ട്. ഇതിലും വ്യക്തത വരേണ്ടതുണ്ട്. പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. തുടക്കത്തിൽ ഷീജയെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. 2 ദിവസം മുമ്പാണ് അവസാനമായി ഷീജയെ കണ്ടതെന്നും മൃതദേഹം കണ്ടെത്തിയതിന് സമീപമാണ് സുഹൃത്തിന്റെ വീടെന്നും കുടുംബം പറയുന്നു. സംഭവം നടന്നതിന് ചുറ്റും നിരവധി വീടുകളുണ്ട്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. രാത്രി 10 നിലവിളി ശബ്ദം കേട്ടെന്നും ഓടിയെത്തിയപ്പോൾ കത്തിക്കരിഞ്ഞ മൃതദേഹമാണ് കണ്ടതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപത്ത് CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സജിയെ കാണാനില്ല.